സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് നിന്നു പോവുകയാണ്. അപ്പോൾ അത് 2 രീതിയിലാണ് വരുന്നത്. ഒന്ന് ഒരു ക്ലോട്ടോ വന്ന് ബ്ലോക്ക് ഉണ്ടാകുകയാണ്. അപ്പോൾ ആ രക്തക്കുഴലങ്ങ് അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഭാഗത്ത് ആ രക്തക്കുഴൽ സപ്ലൈ ചെയ്യുന്ന ഭാഗത്തെ നെർവ് സെല്ലുകൾക്ക് ബ്ലഡ് കിട്ടാതാവുന്നു. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. പിന്നെ വേറൊരു രീതിയിൽ വരുന്ന ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. മറ്റേ ഇതിന് പറയുന്നത് ബ്ലോക്ക് വരുന്നതുകൊണ്ട് വരുന്ന പെട്ടെന്നൊരു രക്തക്കട്ടയോ വല്ലതും വന്ന് വരുന്നതിനെ പറയുന്നത് ഇസ്കിമിക് സ്ട്രോക്ക് എന്നാണ്. മറ്റേ അത് കൂടാതെ ഒരു രക്തക്കുഴൽ പൊട്ടി ഉണ്ടാകുന്നതിന് പറയുന്നത് ഹെമറാജിക് സ്ട്രോക്ക് എന്നാണ്. ഒരു 80% കൂടുതലും ഇസ്കിമിക് സ്ട്രോക്കാണ് കൂടുതലായിട്ട് വരാറുള്ളത്. അതിനേക്കാളും കുറച്ചും കൂടി നമ്പർ ഒരു 20% ഒക്കെയേ ഉള്ളൂ ഹെമറാജിക് സ്ട്രോക്കായിട്ട് വരുന്നത്. ഈ 2 രീതിയിലുള്ള സ്ട്രോക്കാണെങ്കിലും അതിൻ്റെ ഒരു മേജർ കാരണം തന്നെ BP കൂടുന്നത്, കൊളസ്ട്രോൾ കൂടുന്നത്, അതുപോലെ ഓവർ വെയ്റ്റ് ഇങ്ങനെയൊക്കെ ഉള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് വരികയും ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.